പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം സമ്പത്ത് ഉണ്ടായിരിക്കുക എന്നത് ഒരു നന്മയാണോ തിന്മയാണോ? തിന്മയാണ്. ഓക്കെ, ശരി. കാശില്ലെങ്കിൽ ജോസേട്ടന് 2 വീലർ മേടിക്കാൻ പറ്റുമോ? ഇല്ല. കാലത്ത് പള്ളിയിൽ വരണ്ടേ? അപ്പോൾ 2 വീലർ മേടിക്കാൻ പറ്റിയത് നന്മയാണോ തിന്മയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നുണ്ട്. അതിന് 5 ലക്ഷം രൂപ വേണം. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പൈസ ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൈസ ഉള്ളത് നന്മയാണോ തിന്മയാണോ? തിന്മയാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, അത് വാങ്ങിക്കാൻ പറ്റിയത് പൈസ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നന്മയാണോ തിന്മയാണോ? നന്മയാണ്. അപ്പോൾ പണമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ നല്ലൊരു വീടുണ്ട്, നന്മയാണോ തിന്മയാണോ? നന്മയാണ്. സഞ്ചരിക്കാൻ ഒരു വാഹനമുണ്ട്, നന്മയാണോ തിന്മയാണോ? നന്മയാണ്. അല്ലെങ്കിൽ നല്ല ചൂട് വരുമ്പോൾ AC ഇടാനുള്ള സൗകര്യമുണ്ട്, നന്മയാണോ തിന്മയാണോ? നന്മയാണ്. അപ്പോൾ സമ്പത്ത് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്, അത് നന്മയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഏത് കാര്യമാണെങ്കിലും, നല്ലൊരു വസ്ത്രമാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും സമ്പത്തുണ്ട്. ഇത് ഇല്ലെങ്കിൽ നമുക്ക് വള്ളി പണിയാൻ പറ്റുമോ? വീട് പണിയാൻ പറ്റുമോ? ഇല്ല, ഒന്നും നടക്കില്ല. അപ്പോൾ പണം വേണം, സമ്പത്ത് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു നന്മയാണ്. ഇനി എന്താണ് ഇതിൽ തിന്മ? നമ്മൾ ഇതിൽ ആശ്രയിച്ചുകൊണ്ട് ഇതാണ് എല്ലാം, ഇനി എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന മനോഭാവമാണ് തിന്മ. എനിക്കെല്ലാം തികഞ്ഞു, ഇനി എനിക്ക് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, കർത്താവിനെ വിളിക്കേണ്ട ആവശ്യമില്ല, ധ്യാനത്തിന് പോകേണ്ട ആവശ്യമില്ല, അച്ഛൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്ക്. എല്ലാം തികഞ്ഞു, ഇനിയിപ്പോ എന്നെ ഇനി ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട, ഇനി എനിക്ക് ആരും പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഹൃദയകാഠിന്യം, ഒരു ധാർഷ്ട്യം. ആ മനോഭാവത്തെയാണ് ഈശോ പറയുന്നത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ അത് കിടക്കുന്നതിനേക്കാളും പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. ഇനി ആരാണ് ധനവാൻ? ഈശോ ധനവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് പണത്തിന്റെ ഒരു മാനദണ്ഡമനുസരിച്ച് മാത്രമല്ല. പണമല്ല മാനദണ്ഡം. ധനവാൻ, ഓരോ മനുഷ്യന്റെയും കാര്യം എടുത്തോ, ഓരോ മനുഷ്യനും ആരാണ്? ധനവാനാണ്. നമുക്ക് 2 കാലിൽ നിൽക്കാൻ പറ്റുന്നു, അല്ലെ? കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു, ചിന്തിക്കാൻ പറ്റുന്നു. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം വെൽത്താണുള്ളത്. നമുക്ക് ഒരു രോഗം വന്നാൽ ആശുപത്രിയിൽ പോകാൻ ആ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റുപാടും വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള മനുഷ്യരാണ് നമ്മൾ. കൈയടിച്ച് കർത്താവ് നന്ദി പറയാം. അപ്പൊ ഓരോ മനുഷ്യനും അവനിൽ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് കുറെ കൂടുകയൊക്കെ ചെയ്യാം, അതുപോട്ടെ, അതല്ല, ഓരോ മനുഷ്യനും അവനിൽ തന്നെ ധനവാനാണ്. ഹല്ലേലൂയ. ഇനി ഈ മനുഷ്യൻ എന്ത് ചെയ്യണം? മനുഷ്യൻ അവന്റെ നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. അതാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. അവനിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവൻ കുറെ നന്മകൾ ചെയ്തത് കൊണ്ട് മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. ഈശോ പറയുകയാണ് മനുഷ്യന് ഇത് അസാധ്യമാണ്. എന്തസാധ്യമാണ്? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക മനുഷ്യന് അവന്റെ കഴിവ് കൊണ്ട് അസാധ്യമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച അല്ല, ശനിയാഴ്ച ഒരു സഹോദരിയെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. തളിപ്പറമ്പിൽ നിന്ന് വന്നതാണ്. ബ്രസ്റ്റിന് ക്യാൻസർ, 2 മാങ്ങ വലുപ്പത്തില് മുഴയുണ്ടെന്നാണ് ഭർത്താവ് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ ഈ 2 മാങ്ങ വലുപ്പത്തിൽ മുഴയുണ്ട്. ഇനി പാലിയേറ്റീവിൽ കാണിച്ചാൽ മതി,
അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് എടുത്തു നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് അവർ കഴിഞ്ഞ ശനിയാഴ്ച കാലത്ത് 6 മണിക്ക് മുമ്പ് അവർ തളിപ്പറമ്പിൽ നിന്നെത്തി. ഇവിടെ ഇരുന്നു 3-4 മണിക്കൂർ ക്യൂവിൽ ഇരുന്ന് മുറിയിലെത്തി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വലിയ മാങ്ങാ വലിപ്പത്തിലുണ്ടായിരുന്ന ആ മുഴുവൻ മാറി ഒരു കുരുമുളക് വലിപ്പത്തിലേക്ക് അത് ചെറുതായതിനു ശേഷമാണ് ഇവിടെ നിന്ന് പോയത്. കൈയടിച്ച് കർത്താവിനെ നന്ദി. അതായത് മനുഷ്യന് ഇനി ചികിത്സയൊന്നുമില്ല, പാലിയേറ്റീവ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. റേഡിയേഷനും കീമോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ചില അവസ്ഥകളുണ്ട്. അപ്പോൾ മനുഷ്യന് അസാധ്യമാണ് എന്ത്? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതില് ഇനി ആർക്കാണ് ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്നത്? ദൈവത്തിന് മാത്രമാണ്. ആ ഇടപെടലാണ് ഈശോയുടെ കുരിശ് മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒടുവിലായി ഈശോ പറയുകയാണ്, മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും, പിമ്പന്മാരിൽ പലരും മുമ്പന്മാരും ആകും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വലിയ സ്ഥാനങ്ങളും അധികാരങ്ങളും ബഹുമാനങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പൊങ്ങച്ചത്തിലും ആർഭാടത്തിലും അലസതയിലും സുഖലോലുപതയിലുമൊക്കെ നടക്കുന്ന, ഒരുപക്ഷെ നമ്മൾ പറയില്ല, നെഞ്ചും വിരിച്ച് ഈ ഭൂമിയിൽ നടക്കുന്ന പലരും സ്വർഗത്തിൽ അവസാനത്തേതാകാൻ സാധ്യതയുണ്ട്. മുമ്പന്മാർ പിമ്പന്മാരും. പിമ്പന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എളിമയോടുകൂടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് നീ മാത്രമാണ് രക്ഷ, നീയാണെല്ലാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനോഭാവത്തെയാണ് ഈശോ പിമ്പന്മാർ എന്ന് പറയുന്നത്. പിമ്പന്മാര് മുമ്പന്മാരുമാകും. ഹല്ലേലൂയ. ഒടുവിലായി ഈശോ പറയുകയാണ്, എന്നെ പ്രതി നിങ്ങൾ എന്തെങ്കിലും പരിത്യജിച്ചാൽ നിങ്ങൾക്കത് 100 ഇരട്ടിയായി ലഭിക്കും. ഒരുപക്ഷെ നമ്മൾ ഈശോയെ പ്രതി 1 മണിക്കൂർ നേരത്തെ ഈ ലോകത്തിലെ സുഖങ്ങൾ ത്യജിച്ച് ഈശോ കാലത്ത് തന്നെ കിടന്നുറങ്ങാനൊക്കെ മൂടിപ്പൊതിച്ച് കിടക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണ് എല്ലാ മനുഷ്യരും. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് നേരം വെളുക്കുമ്പോൾ കിടക്കാൻ പറ്റുന്നില്ല. ചാടി എഴുന്നേറ്റ് ഈശോയുടെ അടുക്കലേക്ക് വരുന്ന ആ ഒരു സ്വഭാവത്തിന് ഈശോ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. നീ 1 ദിവസം എനിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ 100 ദിവസം നിനക്ക് വേണ്ടി തരും എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് ഒരു പാട്ടുള്ളത് പോലെ 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും എന്ന് പറയുന്നൊരു പഴയ പാട്ടുണ്ട്, കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് 1 ദിവസം കൊടുക്കുമ്പോൾ 1 ലക്ഷമാണ്, 100 ദിവസമാണ് കൂടെ പോരുന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ സമയം കൊടുത്തത്, അധ്വാനം കൊടുത്തത്, സമ്പത്ത് കൊടുത്തത്, ത്യാഗമെടുത്തത്, സമയം കൊടുത്തത് ഒന്നും നഷ്ടമല്ല. അത് 100 ഇരട്ടിയായി തിരികെ തരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോട് ഹൃദയത്തോടെന്ന രീതിയിൽ സംസാരിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത്, നമ്മെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുക്കാതെ പോയ സമയങ്ങളെ ഓർത്ത്, ഈ ലോകത്തിൽ മുമ്പന്മാരാകാൻ ആഗ്രഹിച്ചു പോയ സമയങ്ങളെയൊക്കെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ.